അസ്സലാമലൈക്കും. റമദാൻ മുബാറക്ക്. എന്തുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? റമദാനൊക്കെ എങ്ങനെ പോകുന്നു? ഇത് ഇവിടെ ബഹ്റൈനിൽ ഭയങ്കര തണുപ്പാണ്. പക്ഷെ ഭയങ്കര എന്താ പറയുക, സന്തോഷം കൂടിയാണ്. കാരണം നമുക്ക് റമദാൻ തണുപ്പത്തൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്രതീക്ഷിതമായി സാറ്റർഡേ വ്രതാരംഭം ആരംഭിക്കുന്നു എന്നുള്ളത് വാർത്ത നമ്മൾ കേട്ട സമയത്ത് ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നുമല്ല, സ്കൂളില്ലാത്ത ദിവസം ഒരു കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പി അല്ലേ എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ എല്ലാവരും വീടൊക്കെ ഒന്ന് ഓടി പിടിപ്പിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. റമദാനെ വരവേൽക്കാൻ വേണ്ടി പൊതുവെ അറബികൾ ചെയ്യുന്നതാണിത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. ഏതായാലും ഇത്തിരി ഊതൊക്കെ കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് സുഗന്ധം പരത്തി. ഇനി പുലർച്ചയ്ക്ക് എന്ത് ഉണ്ടാക്കും എന്നുള്ളായിരുന്നു അടുത്ത ചിന്ത. പക്ഷെ ഞാൻ തനി മലബാറുകാരിയാണ് കേട്ടോ. എനിക്ക് ചോറും അതിലേക്ക് ഇത്തിരി താളിപ്പ് കറിയും ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഭേഷായി. അപ്പോൾ ഇക്കാക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും താളിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മുറ്റത്ത് ഇത്തിരി ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ഇത് പറിച്ചതപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടായെന്നെ താളിച്ചിട്ട് അതൊക്കെ കൂടി കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ തന്നെ വിചാരിച്ചു. ഏതായാലും എൻ്റെ ചീരയൊക്കെ നല്ല ചീര തന്നെ ആയിരുന്നു കേട്ടോ. നോക്കൂ, ഞാൻ നട്ട ചീരയാണിത്. അപ്പോൾ താളിപ്പ് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമ്മൾ നല്ല കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇലയിട്ട് കൊടുക്കുക. അത് ഇനിയിപ്പോൾ മുരിങ്ങയാണെങ്കിലും ചീരയാണെങ്കിലും ഒക്കെ ഇലയിട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവായി കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് സത്യത്തിൽ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ്, ടംപ്ലി മിക്സൊക്കെ, പിന്നെ ഇത് ഫ്രൂട്ട് ചാട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാറ്റൽ മഴ. ഈ മഴ കണ്ടാലുണ്ടല്ലോ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. പോകാനൊക്കെ സത്യം പറഞ്ഞ് മടി തോന്നും. പക്ഷെ അത് വെറുതെ നമ്മൾക്ക് പോയില്ലേ തീരുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ അച്ചീവ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗോൾ എന്താണെന്ന് വെച്ചാൽ അത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത്രത്തോളം പേടിയായിരുന്നു. ആഫ്റ്റർ 40 ആക്ച്വലി ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തന്നെ. അപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷം, അഭിമാനമുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം ഡ്രൈവിംഗ്? താല്പര്യമുള്ളവർ പോയി പഠിക്കൂ കേട്ടോ. എന്നെപ്പോലെ പേടിച്ചിരിക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ വ്ളോഗ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.